ഹരേ കൃഷ്ണ. പ്രഭുജീസ്, മാതാജീസ്, എല്ലാവർക്കും നമ്മുടെ ഭക്തിവൃക്ഷ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മനസ്സിനെ കുറിച്ചാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ക്ലാസ് മൈൻഡ് ദ മൈൻഡ്. അതായത് ആ മൈൻഡിനെ ഒന്ന് മൈൻഡ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൈൻഡ് നമ്മുടെ പ്രിലിമിനറി ക്ലാസ്സുകളിൽ ഞാൻ മൈൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ നമ്മൾ റീക്യാപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ മൈൻഡിൻ്റെ കുറച്ച് സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണ്, അത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് കൺട്രോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിന്ന് പറഞ്ഞ ആ ചാൻറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ ടെക്നിക്ക്, അതും കുറച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കുറച്ചും കൂടെ ആ ചാൻറ്റിങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 5 മന്ത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എത്ര പേർക്ക് അത് കുറച്ചും കൂടെ ബെനിഫിഷ്യലായിട്ട് തോന്നി? ഒന്ന് ഒരു കൈ കാണുവാണെങ്കിൽ നന്നായിരുന്നു. കുറച്ചും കൂടെ ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അത് മൈൻഡിന്റെ കൺട്രോൾ, ഒരു മൈൻഡ് കൺട്രോൾ ടെക്നിക്കാണ് ആക്ച്വലി. അപ്പോൾ മനസ്സ് വളരെ ക്രൂഷ്യലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനാണ് നമ്മൾ മന്ത്ര മെഡിറ്റേഷൻ നടത്തുന്നത്. മന്ത്ര മെഡിറ്റേഷനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭക്തിയുത സേവനത്തിന്റെ ഒരു പാർട്ട്. അപ്പോൾ മൈൻഡിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ മൈൻഡിന്റെ ഒരു നേച്ചറിനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറയുമ്പോൾ അർജുനൻ ഭഗവാനോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആക്ച്വലി അർജുനൻ പറയുകയാണ്, ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയുകയാണ്, ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാദീ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർജുനൻ കൃഷ്ണനോട് പറയാണ്, അല്ലയോ കൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, അത് പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ്. വായുവിനെ നിയന്ത്രിക്കുന്നതേക്കാളും ദുഷ്കരമാണ് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ വായുവിനെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ അർജുനനെ പറ്റി നമ്മൾ നോക്കണം. നമ്മൾ ഇപ്പൊ അർജുനനെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അർജുനൻ എന്ന് പറഞ്ഞാൽ അത്ര മൈൻഡ് കൺട്രോൾ ഉള്ള ഒരാളാണ് അർജുനൻ. വില്ലാളി വീരനാണ്. കാരണം ആയോധന കലയില് അഗ്രഗണ്യനാകണമെങ്കിൽ മൈൻഡ് കൺട്രോൾ വേണം. മൈൻഡ് ലക്ഷ്യത്തില് മനസ്സുറപ്പിച്ച് വേണം അസ്ത്രങ്ങൾ തൊടുക്കാനായിട്ടുള്ള. അപ്പൊ ആയുധം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ട അത്രയ്ക്ക് മൈൻഡ് കൺട്രോൾ വേണം. അവര് പല അസ്ത്രങ്ങളും തൊടുക്കുന്നത് മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെ മന്ത്രോച്ചാരണത്തോടുകൂടി മൈൻഡിനെ നിയന്ത്രിച്ചിട്ട് വേണം നമുക്ക് ആയുധങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ മൈൻഡ് നിയന്ത്രിക്കുന്ന ഒരാള് ആണ് കൃഷ്ണനോട് പറയുന്നത്, അല്ലയോ കൃഷ്ണ, എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സ് ബലവത്താണ്, മൈൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അത്. ആക്ച്വലി മൈൻഡ് വളരെ ബലമാണ്, മൈൻഡിന് ദൃഢമാണ്, അത് വഴങ്ങില്ല. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് എന്ന് അർജുനൻ അറിയാം. അപ്പൊ അത് വലിയ അത്ഭുതമാണ് നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള അർജുനന് മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇന്നത്തെ ഈ യുഗത്തില് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് മൈൻഡ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈസി ആയിട്ട് നടക്കുന്നതാണ്. അപ്പൊ ആ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. അപ്പൊ ഭഗവാൻ ഇതിന് മറുപടി പറയുന്നുണ്ട് ആക്ച്വലി. അപ്പൊ നമ്മൾ വിചാരിക്കും, ഭഗവാൻ പറയും, നീ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ, അത് കുഴപ്പമില്ല, ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം എന്നാണ്. പക്ഷെ ഭഗവാന്റെ ഉത്തരം നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. ഭഗവാൻ പറയുന്ന ഇതാണ്, 635 നെക്സ്റ്റ് ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തരം പറയാണ്, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. ഭഗവാൻ പറയുന്നതാണ്, ശരിയാണ് അർജുന, അസംശയം മഹാബാഹോ, അല്ലയോ മഹാബാഹു ആയിട്ടുള്ള അർജുന, അസംശയം, കറക്റ്റാണ്, ഒരു സംശയമില്ല. മനോ ദുർനിഗ്രഹം ചലം, അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭഗവാനെ സംബന്ധിച്ചു. പക്ഷെ ഭഗവാൻ ഒരു സൊല്യൂഷൻ അവിടെ പറയുന്നുണ്ട്, അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. അഭ്യാസ എന്ന് പറഞ്ഞാൽ ബൈ പ്രാക്ടീസ്. അപ്പൊ ബൈ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടി എഴുതാൻ പഠിക്കുന്ന ആ പ്രാക്ടീസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ബൈ പ്രാക്ടീസ് നമുക്ക് എന്തിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. വൈരാഗ്യ മീൻസ് ഡിറ്റാച്ച്മെന്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഏകാദശി പറഞ്ഞത്, ഡിറ്റാച്ച്മെന്റ്.
ബൈ ഡിറ്റാച്ച്മെന്റ് ആൻഡ് അഭ്യാസ. ഇത് രണ്ടും കൊണ്ടും നമുക്ക് മൈൻഡിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ, അഭ്യാസ ആൻഡ് വൈരാഗ്യ. ഇത് രണ്ടും നമുക്ക് മൈൻഡിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് മൈൻഡ്? അപ്പൊ അത് നമുക്ക് അറിയണം. കാരണം നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിനാണ് നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മൈൻഡ് എന്താണെന്ന് അറിഞ്ഞേ പറ്റും നമുക്ക്. മനസ്സ്, നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സ് എന്താണെന്ന്. അപ്പൊ മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ കാണാൻ പറ്റുമോ? നമ്മളിപ്പോ കയ്യ്, കാല്, കണ്ണ്. അപ്പൊ കണ്ണ് ഒരു ആവശ്യമില്ലാത്ത ഒരു കാഴ്ച നമുക്ക് കാണണ്ടെന്നുണ്ട്, പക്ഷെ കാണുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കണ്ണങ്ങ് അടച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് നമുക്ക് കാണണ്ടാത്തൊരു കാഴ്ച കാണണ്ടെന്ന് വെക്കാം, അല്ലെ? കണ്ണങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാം. അറ്റ്ലീസ്റ്റ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും കാണണ്ടാന്ന് വെക്കാം. നമുക്ക് എക്സ്റ്റേണലി നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് അതുപോലെയല്ല. മനസ്സ് ഭയങ്കര സൂക്ഷ്മമാണ്, അതിന് കാണാൻ പറ്റില്ല. എന്താണ് മനസ്സെന്ന് തന്നെ നമുക്ക് അറിയില്ല, അല്ലെ? മനസ്സ് എന്താണെന്ന് പോലെ നമുക്ക് പലർക്കും അറിയില്ല. മനസ്സെന്ന് അറിയാം, ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാം, എന്താണ് മനസ്സ് അതറിയില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് മനസ്സ് എന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ശരീരത്തിന്റെ ഒരു എക്സിസ്റ്റൻസ്, നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവാത്മാവിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ എക്സിസ്റ്റൻസ് 3 ലെവലിലാണ് എക്സിസ്റ്റൻസ് വരുന്നത്. നമ്മൾ നിലനിൽക്കുന്നത് 3 തലത്തിലാണ്. ഒന്ന് നമ്മുടെ സ്ഥൂല ശരീരം, ഒരു സ്ഥൂല എക്സിസ്റ്റൻസ് ഉണ്ട് നമുക്ക്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു ശരീരം, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്ഥൂല ശരീരം, കയ്യ്, കാല് ഒക്കെയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ള ഈ കാണുന്ന ഒരു ശരീരം, അത് ഒരു എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ. പക്ഷേ വേറൊരു തരത്തിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. നമുക്കൊരു സൂക്ഷ്മ ശരീരവും കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളില് ഒരു സൂക്ഷ്മ ശരീരവും കൂടി ഉണ്ട്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബട്ട് നമ്മളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാണ്. സൂക്ഷ്മ ശരീരം, അതായത് കാണാൻ പറ്റാത്ത ഒരു ശരീരവും കൂടി ഉൾപ്പെട്ടതാണിത്. നമ്മൾ കാണുന്ന ശരീരമല്ലാതെ കാണാൻ പറ്റാത്ത ഒരു ശരീരവും കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ സൂക്ഷ്മ ശരീരത്തിൽ പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട്, കാണാൻ പറ്റാത്ത ശരീരവും ഉണ്ട്, അതിനുള്ളില് ആത്മാവും കൂടിയുണ്ട്. അപ്പൊ ഈ 3 എക്സിസ്റ്റൻസ് ആണ് ഒരു ഭൗതിക ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഏതൊരു ജീവാത്മാവ് എടുത്താലും, ഒരു ജീവജാലം എടുത്താലും, ഈ 3 എക്സിസ്റ്റൻസ് അവരിലുണ്ട്. 1 സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം, 3 ആത്മാവ്. ഇത് കൂടിയതാണ് ആക്ച്വലി നമ്മൾ കാണുന്ന ഈ ഭൗതിക ശരീരം. അപ്പൊ നമ്മുടെ പുറമേ കാണുന്ന ഒരു ശരീരം അല്ലാതെ നമുക്കൊരു സൂക്ഷ്മ ശരീരവും കൂടെ ഉണ്ട് എന്നുള്ള അറിവ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം. അപ്പൊ എങ്ങനെയാണ് ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം? നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആത്മാവ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ ഈ ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരവും കൂടി കുടികൊള്ളുന്നുണ്ട്. അതിന് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ വായുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ വായുവിനെ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് അതിനെ അനുഭവിക്കാൻ പറ്റും. അതുപോലെ ഈ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ അനുഭവിക്കാൻ സാധിക്കും. ഈ സൂക്ഷ്മ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഘടകങ്ങൾ കൊണ്ടാണ്, 3 ഭാഗങ്ങൾ, 3 അംഗങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ തന്നെ അംഗങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ ഈ സൂക്ഷ്മ ശരീരത്തിന് 3 അവയവങ്ങളുണ്ട്, 3 അംഗങ്ങളുണ്ട്, 3 പാർട്സ് ഉണ്ട്. ഒന്ന് മൈൻഡ്, മനസ്സ്. 2 ഇന്റലിജൻസ്, ബുദ്ധി. 3 ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ അഹം എന്ന് പറയുന്ന ചിന്ത, ഞാൻ എന്ന് പറയുന്ന ചിന്ത. ഇത് ഒക്കെ സട്ടിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കറിയാലോ, മനസ്സ്, അതായത് മനസ്സ് നമുക്കറിയാം, മനസ്സിന് വേദന വരിക, അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം നീ ബുദ്ധി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേദനിക്കും. ആരെങ്കിലും നമ്മൾ പറയും നിനക്ക് ബുദ്ധി ഇല്ലല്ലോടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനിക്കും. ദാറ്റ് മീൻസ് ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട്, അത് നമുക്കറിയാം. മനസ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അറിയാം. അഹം എന്ന് പറയുന്ന ചിന്ത, ഞാൻ ആരാണ്, ഞാൻ ഇന്നതെന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഈഗോ, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഈഗോ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ശരീരത്തിനുള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൂക്ഷ്മ ശരീരവും കൂടി ഇതിലുണ്ട്. അപ്പൊ മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ. അപ്പൊ നമ്മുടെ ഒരു പുറമേയുള്ള ഒരു ശരീരം പോലെ ഒരു ഇന്നർ സർക്കിളില്, അപ്പൊ പുറമേ ശരീരത്തിലുള്ള അംഗങ്ങള്, അവയവങ്ങള്, ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന പോലെ ഇന്നർ സർക്കിളില് പല പല കാര്യങ്ങൾ കൺട്രോൾ നടക്കുന്നുണ്ട്. ഇന്നർ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ അന്തരംഗത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ 3 ആൾക്കാരാണ്. ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ഈഗോ, അഹം എന്ന് പറയുന്ന ചിന്ത. അപ്പൊ ഈ 3 ആൾക്കാരില് ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഹം എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞ ചിന്ത. ആക്ച്വലി എല്ലാവരിലും ഉണ്ട് ഞാൻ എന്നുള്ള ചിന്ത. അപ്പൊ ഈഗോ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈഗോ ഒരു ബോസ് ആണ് ആക്ച്വലി. അതായത് ഈഗോ പല രീതിയിൽ, അതായത് ഞാൻ എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ബാബുവാണ്, ഞാൻ ഖത്തർ പെട്രോളിയത്തിലെ ഉദ്യോഗസ്ഥനാണ്, ഞാൻ ഇന്ന ഫാമിലിയിലെ മെമ്പറാണ്, ഞാൻ ഇന്ന അവാർഡ് മേടിച്ച ആളാണ്, ഞാൻ ഇത്ര ധനമുള്ള ആളാണ്. ആ ഞാൻ 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 വരുന്ന അതാണ് ഈഗോ. അത് ഫാൾസ് ഈഗോ എന്നാണ് പറയുന്നത്. അഹങ്കാരം എന്നാണ് പറയുന്നത്. അഹങ്കാരം, അതായത് ഞാൻ എന്നുള്ള ചിന്ത, അത് ആക്ച്വലി ഫാൾസ് ആണ്. അതല്ല ആക്ച്വലി ഞാൻ. നമുക്കറിയാം ഒറിജിനലി ഞാൻ ആരാണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒറിജിനലി ഞാൻ ഈ ഈ പറയുന്ന ആളല്ല. ഒറിജിനലി ഞാൻ ആത്മാവാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഫോൾസ് ഈഗോ. എല്ലാവരിലും ഉണ്ട് ഫോൾസ് ഈഗോ. അപ്പൊ ഈ ഫോൾസ് ഈഗോയുടെ രണ്ട് അനുയായികളാണ് ഈ മൈൻഡ് ആൻഡ് ഇന്റലിജൻസ്. ഇവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൾസ് ഈഗോയെ അനുസരിക്കുന്ന ആളുകളാണ് മൈൻഡ് ആൻഡ് ഇന്റലിജൻസ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് സട്ടിലാണ്, സൂക്ഷ്മമായതുകൊണ്ട് എത്ര കണ്ട് എനിക്ക് നിങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ബട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാം, ഉദാഹരണങ്ങളോട് ശ്രമിക്കാം. ഉദാഹരണത്തിന് നമ്മളെ ഇപ്പൊ ഒരാള് പറയാണ് എന്നോട്, പ്രഭുവിന്റെ ക്ലാസ് നന്നായിട്ടുണ്ട് എന്ന് പറയാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ എന്നിലുള്ള ഫാൾസ് ഈഗോ, അപ്പൊ ഞാൻ ഓക്കെ, ആ ഈഗോ, ആ ബോസ്, നമ്മുടെ ഉള്ളിലുള്ള ബോസ് ഹാപ്പിയായി. അപ്പൊ ആ ബോസ് ഹാപ്പി ആകുമ്പോഴത്തേക്കും മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ആ പറഞ്ഞൊരാള് വെരി ഗുഡ്, നല്ല മനുഷ്യനാണ് അയാൾ എന്ന് നമ്മൾ ഓൾറെഡി. അപ്പൊ മൈൻഡിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്റ്റൻസ്, ഇത് രണ്ടുമാണ് മൈൻഡ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ആൻഡ് റിജക്ട്. മൈൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, ഇത് രണ്ടുമാണ്. അതായത് ബോസിന് വേണ്ടിയിട്ട് വേല ചെയ്യുന്ന ഒരാളാണ് മൈൻഡ്. മൈൻഡ് എന്ത് പറയുന്നുണ്ടെങ്കിൽ അയാൾ നല്ലയാൾ, അപ്പൊ അയാളുടെ നല്ല ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇന്റലിജൻസ് എന്ത് പറയും? ഇന്റലിജൻസ് വേറൊരു അനുയായിയാണ് ഈ ബോസിന്റെ. ഇന്റലിജൻസ് എന്ന് പറയും അതിന് കുറച്ച് ന്യായങ്ങൾ കണ്ടെത്തും. യെസ്, അദ്ദേഹം നല്ലയാളാണ്, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞ് അപ്പൊ ഇന്റലിജൻസും അതിനെ ന്യായീകരിക്കും. മൈൻഡും ഇന്റലിജൻസും ഈഗോയിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് നമ്മുടെ ഇന്നർ സർക്കിളിൽ നടക്കുന്നത്. നേരെ വിപരീതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇതേ ആള് തന്നെ 2 ദിവസം അടുത്ത ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയാണ്, ബാബു എന്ത് ബോറ് ക്ലാസ് ആണ്, നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്ത ആർക്കെങ്കിലും ഇതിനകത്തേക്ക് വരും, എല്ലാവരും ഓടിപ്പോവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സെയിം ആള് തന്നെ. അപ്പൊ എന്റെ ഈഗോ ഹർട്ടായി. ഓക്കെ, അപ്പൊ എന്ത് പറയും? മൈൻഡ് ഉടനെ തന്നെ അയാളെ റിജക്ട് ചെയ്യാണ്. അപ്പൊ ഇന്റലിജൻസ് എന്ത് പറയും? അയാൾക്ക് എന്തറിയാം? ഇതേ മൈൻഡ് ഇന്റലിജൻസ് അതിനെ സപ്പോർട്ട് ചെയ്ത അതേ ന്യായികള് ഇമ്മീഡിയറ്റ്ലി സെയിം പേഴ്സണെ, ആ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കാം, അയാളുടെ ഡിഗ്രി ചിലപ്പോ ഒറിജിനൽ ആണോ എന്നറിയാം, അയാൾ വലിയ ആളാണ്, പക്ഷെ അയാൾ ആ ഫാമിലിയിൽ അയാളുടെ മറ്റേ അനിയൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ പറയും, അയാളെ മോശക്കാരനാക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്. അപ്പൊ ഇത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരാളെ റിജക്ട് ചെയ്യാനും സെയിം ആളെ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനും നമ്മൾ സെയിം ആള്. എന്തുകൊണ്ടാണ്? ഈഗോ എന്ന് പറയുന്ന ബോസ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ഈ മൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഇന്നർ വേൾഡിൽ ഈ പല കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ മൈൻഡിന്റെ ക്യാരക്ടർ അറിയുമെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് മൈൻഡിന്റെ ഗെയിമാണ്. ഞാൻ പലപ്പോഴും പറയാം ഇത് മൈൻഡ് ഗെയിം ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മൈൻഡ് പല രീതിയിലും നമ്മളെ മാറ്റിമറിക്കും. മൈൻഡിന്റെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അതിന്റെ മൈൻഡ് ഇത്രയും ഒരു അപകടകാരിയാണോ എന്ന് തോന്നും. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മള് മൈൻഡ് അങ്ങനെ നമ്മള് നല്ലതാക്കാം, ചീത്തയാക്കാം. നല്ല ചിന്തകളിലേക്ക് കൊണ്ടുപോകാം, ചീത്ത ചിന്തകളിലേക്ക് കൊണ്ടുപോകാം. കാരണം നമ്മളപ്പോ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിലപ്പോൾ ഇതൊന്നും ആവില്ല റിയാലിറ്റി. അയാളെ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ അത് വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത്. ചിലപ്പോൾ റിയാലിറ്റി വേറെ ആയിരിക്കും. അദ്ദേഹം അതൊന്നും വെച്ചിട്ടായിരിക്കില്ല പറഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്റെ ക്ലാസ് ഒന്നും കൂടെ മെച്ചപ്പെടുത്താനായിരിക്കാം, അതായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അയാളെ ഉടനെ റിജക്ട് ചെയ്യാണ്. മൈൻഡ് ഉടനെ റിജക്ട് ചെയ്യും, അയാളെ പറ്റി കുറ്റം പറയും. പിന്നെ അയാളെ പറ്റിയുള്ള ചീത്ത ചിന്തകൾ മാത്രമേ വരുള്ളൂ നമുക്ക്. അത് മൈൻഡിന്റെ ഒരു പ്രശ്നമാണ്. അയാൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ അയാളുടെ 100 നല്ല കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ചീത്ത കാര്യത്തിലായിരിക്കും മൈൻഡ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് എന്താ? നമ്മുടെ മൈൻഡ് ഇങ്ങനെ നമ്മൾ പൊള്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കും അയാളെ പറ്റി ചിന്തിച്ച്. അതിന്റെ റിസൾട്ട് അയാൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അയാൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ പൊല്യൂട്ട് ആയി നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ദഹിക്കും നമ്മൾ. അതിനായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ നമ്മൾ പോകും. സോ മൈൻഡ് ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ശത്രുവോ ആയി മാറാം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയില് ഈ 6ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ ശ്ലോകം പറയുന്നത്, ബന്ധുർ ആത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ
അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. എന്താ പറയുന്നുണ്ടെങ്കിൽ മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതായത് മനസ്സിനെ ജയിക്കാൻ കഴിയുക അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നമുക്ക് ഉറ്റ സുഹൃത്തായി മാറും. അതിന് കഴിയാതെ വരുന്നവർക്ക് മനസ്സ് പരമശത്രുവായിരിക്കും. അപ്പൊ മൈൻഡിനെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ മൈൻഡ് ഒരു ശത്രുവായിരിക്കും. നമ്മൾ മൈൻഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ മൈൻഡിനെ ജയിക്കുക, മൈൻഡിനെ ഒരു മിത്രമാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡിനെ കുറിച്ച്, മൈൻഡ് കൺട്രോളിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്ന് കുറച്ചും കൂടെ പറയാം. അപ്പൊ മൈൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് എപ്പോഴും ഒന്നില്ലെങ്കിൽ പാസ്റ്റ് തിങ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ തിങ്സിലായിരിക്കും മൈൻഡ് എപ്പോഴും നിൽക്കുന്നത്. മൈൻഡിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. മൈൻഡ് എപ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ പാസ്റ്റ് കാര്യങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി വറി ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. മൈൻഡ് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ്. പാസ്റ്റ് കഴിഞ്ഞുപോയി, മൈൻഡ് എത്രയൊക്കെ അതിനെ ചിന്തിച്ച് വിഷമിച്ചോ അല്ലെങ്കിൽ ചെയ്തിട്ടും കഥയില്ല. ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളിലില്ല. ഇത് രണ്ടും മൈൻഡിന്റെ ഒരു സ്വഭാവമാണ്. കാരണം ഈ മൈൻഡിലാണ് നമ്മുടെ പ്രീവിയസ് മെമ്മറീസ് ഇങ്ങനെ നിൽക്കുന്നത്. മൈൻഡ് പ്രീവിയസ് മെമ്മറീസ് വരുന്നത് ഈ മൈൻഡിലാണ് ആക്ച്വലി. അപ്പൊ മൈൻഡിൽ കുറേ നമ്മുടെ മെമ്മറീസ് ഉണ്ട് ആക്ച്വലി. പണ്ട് നടന്നുപോയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ട് ചിന്തകളെല്ലാം മനസ്സിലുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തില് നമ്മൾ ചിലപ്പോൾ 30 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുത്തിയേക്കാം. നമ്മൾ ഒരു അതിനൊരു യാതൊരു ചാൻസ് ഉണ്ടാവില്ല, പെട്ടെന്ന് അത് ഓർമ്മ വരാം. ചിലപ്പോ 25 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മ വരാം, പെട്ടെന്ന് അത് നമ്മുടെ മനസ്സിൽ വരും. ഇപ്പൊ പലപ്പോഴും നമ്മള് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കല്യാണം, ഇപ്പം ഭാര്യയൊക്കെ ആണെങ്കിൽ പറയും, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്ര നല്ല മനുഷ്യയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു, എത്ര സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത്. ഇങ്ങനെ അന്നത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാം. നാച്ചുറലി അങ്ങനെ സാധാരണ സംഭവിക്കാറില്ലേ? അപ്പൊ അന്ന് നിങ്ങൾ എന്നോട് അന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ മുഴുവനും ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞുപോയി, ആള് മാറി, ഇപ്പോഴത്തെ കണ്ടീഷൻ വേറെ ആയിരിക്കാം. പക്ഷെ മൈൻഡ് എപ്പോഴും അതില് അങ്ങനെ പറയും. അപ്പൊ നമ്മൾ എന്ത് വെക്കണം, ഇന്നത്തെ കാലത്ത് അദ്ദേഹം എത്ര മാറ്റി, എന്നോട് സ്നേഹമില്ല, അങ്ങനെ പല പല കാര്യങ്ങളും. അതിന്റെ ആക്ച്വൽ തിങ്സ് വേറെ ആയിരിക്കാം. അപ്പൊ മൈൻഡിന്റെ ഒരു നേച്ചറാണ് അത് നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ ഫ്യൂച്ചർ കാര്യങ്ങൾ. മിക്കവാറും മൈൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫ്യൂച്ചർ കാര്യങ്ങളിലേക്ക് പോകലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, ആളുകൾ എന്നെ പറ്റി വിചാരിക്കും, എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം സംഭവിച്ചു ഇനി അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് വറി ചെയ്യുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ വരും. അപ്പൊ മൈൻഡ് എപ്പോഴും മൈൻഡിനെ നമ്മൾ കൺട്രോൾ നിർത്തിയില്ലെങ്കിൽ, മൈൻഡാണ് ഇതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. ഇപ്പൊ ആചാര്യന്മാര് പറയുന്നത് മൈൻഡ് ഈസ് എ ക്രൂവൽ മാസ്റ്റർ എന്നാണ് പറയുന്നത്. മൈൻഡ് ഒരു ക്രൂരനായിട്ടുള്ള മാസ്റ്ററാണ്. കാരണം പല കാര്യങ്ങളും മൈൻഡാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ മൈൻഡ് ഈസ് എ ക്രൂവൽ മാസ്റ്റർ. കാരണം എന്താണ്? മൈൻഡ് മെറ്റീരിയൽ ആണ്, ഭൗതികമാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ശരീരത്തില് നമ്മുടെ ഭൗതിക ശരീരം, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും പറഞ്ഞു. ഇത് രണ്ടും ഭൗതികമാണ്, നമുക്കറിയാം. ഇത് ഭൗതിക ശരീരമാണ്, നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഈ മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ എന്ന് പറഞ്ഞ സൂക്ഷ്മ ശരീരവും അതും ഭൗതികം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മൈൻഡിന്റെ നേച്ചർ അതും മെറ്റീരിയൽ നേച്ചറാണ്, അതിന് സ്പിരിച്വൽ നേച്ചർ ഇല്ല. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും സ്പിരിച്വൽ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്ര മെഡിറ്റേഷനിലേക്കൊക്കെ വരുന്നത്. അപ്പൊ മൈൻഡിന് നമ്മൾ ഇത് ഭൗതികമാണ്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, മൈൻഡിന്റെ പല കളികൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ജീവിതം നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. ഇപ്പൊ ഞാനൊരു 1-2 ആളുകളെ, നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ആണ്. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പോ എനിക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും കാണുന്നുണ്ടോ? ഏതെങ്കിലും ഫോട്ടോസ് കാണുന്നുണ്ട്? ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇപ്പൊ എനിക്ക് ആക്ച്വലി ഇത് പേരുണ്ടോ? മാത്രം കാണുന്നുള്ളൂ. കാരണം എനിക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. അറക്കൽ ജോയ്. ഓക്കെ, അപ്പൊ അതായത് അറക്കൽ ജോയിനെ നിങ്ങൾ കണ്ടു. ഓക്കെ,
പേരുള്ളതുകൊണ്ട് നന്നായി. ഞാൻ ആ പേര് മായ്ക്കണായിരുന്നു, അത് ഞാൻ ചിന്തിച്ചില്ല. എനിവേ എനിക്ക് ആ പേര് അറിയണം എന്ന് തന്നെയായിരുന്നു ചിന്ത. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിന്നെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരാളെ കാണുന്നുണ്ടോ? സുശാന്ത്. സി പെട്ടെന്ന് തന്നെ വേദ അത് കണ്ടുപിടിച്ചു. സുശാന്ത് വളരെ പ്രസിദ്ധനായിട്ടൊരാളാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ അറിയുന്ന ആളാണ്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു ഫോട്ടോയും കൂടി കാണിച്ചു തരാം. കാരണം ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിന്? ആരെങ്കിലും അറിയാമോ? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇദ്ദേഹത്തിന്റെ പേര് VG സിദ്ധാർത്ഥ എന്നാണ്. VG സിദ്ധാർത്ഥ. പറയാം, ഞാൻ ഇവരെ കുറിച്ച് പറയാം. അപ്പോ നമ്മൾ അറക്കൽ ജോയിയെ തന്നെ ആദ്യം നമുക്ക് കൊണ്ടുവരാം. അപ്പോ അറക്കൽ ജോയി എന്ന് പറയുന്ന ആള് അറക്കൽ ജോയി അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാലസും കണ്ടു. അറക്കൽ പാലസ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൈൻഡ് എന്താണ് ഇവരെ കൊണ്ട് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം ദുബായിലെ ഒരു വലിയ കമ്പനിയുടെ ഉടമയായിരുന്നു. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് അറക്കൽ ജോയി. അദ്ദേഹത്തിന് ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ശൃംഖല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുബായിലെ ഈ ടാങ്കറൊക്കെ ക്ലീൻ ചെയ്യുന്ന വലിയൊരു യാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കപ്പൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് കപ്പൽ ജോയി എന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ വളരെ വളരെ ധനികനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടത് ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ധനത്തെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ വളരെയേറെ പ്രശസ്തി ആഗ്രഹിക്കും, നല്ല സൗന്ദര്യം ആഗ്രഹിക്കും. ഇതൊക്കെയുള്ള ആളുകളാണ് ഞാൻ ഈ കാണിച്ചു തന്ന ഫോട്ടോയിലുള്ള ആളുകൾ എല്ലാവരും. ഒരുപാട് ധനമുള്ള ആൾ, എല്ലാവരും തന്നെ ധനികന്മാരാണ്. ജീവിതത്തിൽ ആർജിക്കാവുന്ന ഏറ്റവും അധികം ധനം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ബിൽഡിങ്ങിൽ നിന്ന് 14ാമത്തെ നിലയിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം മരിച്ചു, താഴേക്ക് ചാടി. ഇത്രയും ധനം ഉണ്ടായി, ഇത്രയും കമ്പനികളൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്തോ ഒരു കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിനോട് ചാടാൻ പറഞ്ഞു കാണും. അങ്ങനെ അദ്ദേഹം ചാടി. ഈ VG സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആള് വീരപ്പ ഗംഗയ്യ സിദ്ധാർത്ഥ ഹെഗ്ഡെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തില് അദ്ദേഹത്തിന് കഫേ കോഫി ഡേ എന്ന് പറഞ്ഞ ഒരു വലിയ കോഫി ശൃംഖല ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അദ്ദേഹത്തിന്റെ MD ആണ്, ആ സ്ഥാപനത്തിന്റെ MD ആണ് ഈ VG സിദ്ധാർത്ഥ. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ SM കൃഷ്ണ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SM കൃഷ്ണ, അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ആ മുമ്പത്തെ കർണാടക മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന്റെ ധനം, അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കധികം ധനമുള്ള ആളായിരുന്നു VG സിദ്ധാർത്ഥ. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നു, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തലത്തിൽ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അദ്ദേഹം ഡ്രൈവറുമായിട്ട് വരുമ്പോൾ അദ്ദേഹം നേത്രാവതി റിവറിന്റെ അടുത്ത് വന്ന് ആ ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പ് ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കൂ, ഞാൻ ഈ ബ്രിഡ്ജിൽ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഡ്രൈവർ പോയിട്ട് ബ്രിഡ്ജിന്റെ അപ്പുറം പോയി വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കാണുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് കാണുന്നില്ല. ഉടൻ തന്നെ ഡ്രൈവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പിറ്റേ ദിവസം നേത്രാവതി റിവറിൽ അദ്ദേഹത്തിന്റെ ബോഡി പൊങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് അദ്ദേഹത്തിന് പ്രഷർ, ഈ ബിസിനസ് രംഗത്തെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ സാമ്രാജ്യം, ഇത്രയും വലിയ ഇൻഫ്ലുവൻസും, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ ചിന്തയെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊന്നും അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് സുശാന്ത്. പറഞ്ഞില്ല, സുശാന്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന് വളരെ സുന്ദരനാണ്, നല്ല ധനികനാണ്, അദ്ദേഹം സക്സസ്ഫുൾ ആണ്.
ഇപ്പൊ ഫെയിലിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബാന്ദ്രയിലെ ഒരു വീട്ടില് ജൂൺ 14, 2020 അദ്ദേഹം ഹാങ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ആരാധികമാരുണ്ട്, കാമുകന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ നമ്മുടെ എയിം ഒക്കെ ഇങ്ങനെയാണ്, ഇതുപോലൊരു നിലയിലെത്തുക, ഇത്രയും ധനം സമ്പാദിക്കുക, ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുക, ആർഭാടകരമായിട്ട് ജീവിക്കുക എന്നൊക്കെ ഉള്ള ഒരു പർപ്പസിന്റെ പുറത്താണ് പലരും നമ്മൾ ഇപ്പൊ കാണുന്ന ആളുകൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിന് എല്ലാമായി എന്ന് കരുതുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ കലിയുഗത്തിൽ ഇതൊക്കെ കാണുന്നത്. എന്തായിരുന്നു അവർക്ക് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം? അവരുടെ ജീവിതത്തിൽ എന്താണ് അവർക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടായേനെ. അവർക്ക് ഈ ജീവിതം അവസാനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല, അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ സാധിച്ചേനെ. പക്ഷെ അവരേതോ ഒരു അവസരത്തില് അവരുടെ മൈൻഡ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ ആ മൈൻഡ് ഒരു ശത്രുവായി മാറുകയാണ് ചെയ്തത്. അപ്പൊ മൈൻഡിനെ മിത്രമാക്കാനുള്ള സീക്രട്ട് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ, അദ്ദേഹത്തിന് മൈൻഡിന്റെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരെങ്കിലും അദ്ദേഹത്തിനെ ഉപദേശിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലുമായിട്ട് അദ്ദേഹം ഇടപഴകിയിരുന്നെങ്കിൽ, ഒരു സത്സംഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഈ പറഞ്ഞ ആളുകളൊന്നും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പൊ ഒരു നിമിഷം മതി മൈൻഡ് നമ്മളെ നമ്മുടെ ട്രാക്കിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് മൈൻഡിന്റെ സ്വഭാവ വിശേഷങ്ങൾ? മൈൻഡിന് ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പുരോഗമിക്കാനായിട്ട്, മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മൈൻഡ്, MIND, മൈൻഡ്. അപ്പൊ നമ്മള് ഈ ഒരു പദം അതിന്റെ ഒരു അക്രോണിം ആയിട്ട് നമ്മൾ പറയാണ് MIND. അങ്ങനെ മൈൻഡിന്റെ 4 സ്വഭാവങ്ങൾ ഞാൻ MIND ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് M, മാഗ്നിഫൈങ് എ പ്രോബ്ലം. അത് മൈൻഡിന്റെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. സപ്പോസ് ഇപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും പ്രോബ്ലം ഉണ്ട്. പക്ഷേ മൈൻഡിന്റെ നേച്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈൻഡ് ഈ പ്രോബ്ലത്തെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കാം, നമ്മൾ ആരും പ്രോബ്ലത്തിൽ നിന്ന് വിമുക്തരല്ല. ഈ പ്രോബ്ലത്തെ മൈൻഡ് ഇങ്ങനെ വലുതാക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. ഓക്കെ, ഞാൻ അറിയാതെ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അല്ലെങ്കിൽ അറിഞ്ഞോ തന്നെ ആയിക്കോട്ടെ. ആ മൈൻഡ് അതിനെപ്പറ്റി വേവലാതിപ്പെടും. ഇല്ല, മിസ്റ്റേക്ക് ചെയ്തു, അറിയാതെ ചെയ്തു, അല്ലെങ്കിൽ അറിഞ്ഞോ ചെയ്തു. അപ്പൊ അത് ചെയ്തു പോയി, അത് പാസ്റ്റാണ്, അതിനെപ്പറ്റി നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ചെയ്തു പോയ കാര്യം ചെയ്തു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ നമ്മളിത് മൈൻഡ് എന്ത് പറയും? മൈൻഡ് അതിനെപ്പറ്റി പറയും, അയ്യോ നീ അത് ചെയ്തല്ലോ, നീ എന്തിനാ അത് ചെയ്തത്? അങ്ങനെ മൈൻഡ് അതിനെ ചിന്തിച്ചത് പെരുപ്പിക്കാൻ തുടങ്ങും. ഞാൻ എങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ നോക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് സൈറ്റിലാണെങ്കിൽ എൻ്റെ ബോസ് എന്നെ എന്ത് പറയും, മറ്റുള്ള കലീഗ്സ് എന്ത് പറയും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് പറയും, എൻ്റെ അച്ഛൻ എന്ത് പറയും. ഇതിങ്ങനെ ഓൾറെഡി കമ്മിറ്റഡ്. ഓക്കെ, അപ്പൊ മൈൻഡിന്റെ നേച്ചറാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. മൈൻഡിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ആ പ്രോബ്ലത്തെ, ഒരു ചെറിയ കാര്യം, ചെറുതോ വലുതോ എന്താകട്ടെ, അതിനെ മാഗ്നിഫൈ ചെയ്യുക, വലുതാക്കുക എന്നുള്ളത് മൈൻഡിന്റെ ഒരു നേച്ചറാണ്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മള് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവരെ പഠിക്കാനൊക്കെ, എല്ലാവരും നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട് എന്തൊക്കെയാണെങ്കിലും. പക്ഷെ അതിനുപരിയായിട്ട് നമുക്ക് അവരോടുള്ള സ്നേഹമുണ്ട്. ബട്ട് നമ്മുടെ പ്രൈമറി എയിം മാർക്ക് വാങ്ങിക്കലല്ല ആക്ച്വലി. ബട്ട് നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് കൊടുക്കും. പരീക്ഷയിൽ ക്ലാസ്സിൽ നമ്പർ 1 ആകണം എന്നാണ് നമ്മൾ എല്ലാ കുട്ടികളോടും, നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മുടെ കുട്ടി നമ്പർ 1 ആകണം. പക്ഷെ ഈ നമ്പർ 1 എന്നുള്ളത് ഒരാൾക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ, നമുക്കറിയാം. ഒരാൾക്ക് മാത്രമേ നമ്പർ 1. അപ്പൊ ഈ ക്ലാസ്സിൽ ഒരു 30 പേരുണ്ടെങ്കിൽ 30 മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നമ്പർ 1 ആകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 30 പേർക്ക് നമ്പർ 1 ആകാൻ പറ്റില്ല, അത് നമുക്കറിയാം. ബട്ട് നമ്മുടെ ചിന്ത കുട്ടി നമ്പർ 1 ആകണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. അവനോട് എപ്പോഴും പറയും, നീ ഇപ്പൊ നമ്പർ 2 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പ്രശ്നമാണ്. നമ്മൾ പറയുന്നത്, നീ അവനേക്കാളും കൂടുതൽ എന്തുകൊണ്ട് 2 മാർക്ക് കുറഞ്ഞു പോയെന്ന് പറയും. അവൻ 50-ൽ 48 ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവില്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ് അത് ആക്ച്വലി. അപ്പൊ അതിനകത്ത് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. ഞാനപ്പോൾ മൈൻഡിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കാരണം നമ്മൾ സമയം കുറച്ച് അധികം ഉള്ളത് പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയാം. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ നമ്പർ 1 ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ അവന് എല്ലാം കൊടുക്കുന്നുണ്ട്, അവന് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്?
നീ ക്ലാസ്സിൽ നമ്പർ 1 ആവണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സാവണം, അല്ലെങ്കിൽ ഈ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവണം. ഓക്കെ, ഇന്ന് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു പ്രസന്റ് ടെൻസിൽ. അപ്പോ അവൻ അത് എക്സ്പെക്ട് ചെയ്ത് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അവന് എത്ര നല്ല ട്യൂഷൻ കൊടുത്താലും, എത്ര നല്ല സ്കൂളിൽ വിട്ടാലും, എത്ര നല്ല അധ്യാപകരാണെങ്കിലും ഇതിന്റെ വിജയം എവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ വർക്ക് അനുസരിച്ചിട്ടാണ്. അവന് ഇപ്പൊ ട്യൂഷൻ 4-5 ട്യൂഷൻ കൊടുത്താലും, ഏത് നല്ല സ്കൂളിൽ പോയിട്ട് ഏത് നല്ല അധ്യാപകനാണെങ്കിലും അവൻ വർക്ക് ചെയ്താൽ മാത്രമാണ് ആക്ച്വലി ആ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ, അതിന്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇത്രയും നല്ല അധ്യാപകരും ഇത്രയും നല്ല ട്യൂഷൻ കൊടുത്താലും നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ് വരണം. അപ്പോൾ അവൻ വർക്ക് ചെയ്തേ നടക്കുള്ളൂ, അവൻ വർക്ക് ചെയ്യണം. അതിന് പകരം നമ്മൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവന് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ വിട്ടു കഴിഞ്ഞിട്ട് സപ്പോസ് അവന് മാർക്ക് നമ്മുടെ എക്സ്പെക്ടേഷനിൽ വന്നില്ല എന്ന് വിചാരിക്കാം. കുട്ടികളുടെ ചിന്താഗതി ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ മാർക്ക് വന്നില്ലെങ്കിൽ അവൻ എന്താ ചിന്തിക്കുക? അപ്പൊ ദാറ്റ്സ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം വരെയാണ്. മൈൻഡ് എന്താ പറയുന്നത്? മൈൻഡ് ഓൾറെഡി അത് കഴിഞ്ഞു, മാർക്ക് കിട്ടിയില്ല. ഇനിയിപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ അതിനെപ്പറ്റി എന്ത് പ്രവർത്തിച്ചിട്ടോ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും ഒരു കഥയില്ല. മൈൻഡ് പറയാണ്, നിനക്ക് നീ തോറ്റില്ല, ബട്ട് മാർക്ക് കുറഞ്ഞു പോയി. ഇവൻ തോറ്റുപോയി എന്ന് തന്നെ വിചാരിക്കാം. അവൻ തോറ്റുപോയാലും നമ്മൾ അവനെ നമ്മുടെ ജീവിതത്തിൽ റിജക്ട് ചെയ്യും, ഒരിക്കലും റിജക്ട് ചെയ്യില്ല. ചിലപ്പോൾ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞേക്കാം, ബട്ട് അവന്റെ മനസ്സെന്താണ് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ കുറച്ചും കൂടി മെച്ചുവർ ആയിരുന്നു, നമ്മൾ ചിലപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരില്ല. പക്ഷെ അവന്റെ മനസ്സ്, ഇന്നത്തെ കുട്ടികൾക്ക് വരുന്നൊരു കുഴപ്പം എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൽ ഇങ്ങനെ അയ്യോ എൻ്റെ അച്ഛനും അമ്മയും എന്ത് അവരെത്ര പ്രതീക്ഷയിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും തന്നതാണ്, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് എൻട്രൻസിൽ പാസ്സാവാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇത്രയും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ 2ാം സ്ഥാനത്ത്. ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സ് ഒരു പ്രോബ്ലത്തെ മാഗ്നിഫൈ, അത് മനസ്സിന്റെ നേച്ചറാണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ മൈൻഡിനോട് പറയാ ഓക്കെ ഹാപ്പൻ, അടുത്ത തവണ എഴുതാം, ഇത് നമ്മൾ ഇതോടെ തീരുന്നതല്ല നമ്മുടെ ലൈഫ്. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ്, ഇതുപോലുള്ള ഒരു ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗൈഡൻസോ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പലപ്പോഴും കാണുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വാർത്തകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ആ ഒരു പരീക്ഷയല്ല നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്, അല്ലേ? ആ പരീക്ഷയാണോ? ഇൻ കേസ് ആ പരീക്ഷ ജയിച്ചാൽ നമ്മളുടെ പർപ്പസിലെത്തുമോ? ഒരിക്കലും എത്താൻ പോകുന്നില്ല. അതിനൊക്കെ അതിൻ്റെതായ ഈശ്വരന്റെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് എത്താം, ഇല്ലെങ്കിൽ തീർന്നു. ഇത് വിചാരിക്കുന്നത് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്ക്. അല്ല, അത് വേണമെങ്കിൽ വീണ്ടും എഴുതാം, അല്ലെങ്കിൽ ആ പരീക്ഷ വീണ്ടും എഴുതാം. ഇനിയിപ്പോ ആ പരീക്ഷ പാസ്സായില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. എത്രയോ ആളുകൾ, എത്രയോ ബിസിനസ് മാഗ്നറ്റ്സ്, വെറും 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ ബിസിനസ് ഉടമകളുണ്ട്, എത്രയോ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അതല്ല, അപ്പൊ ആ ഒരു കണ്ടീഷൻസ് നമ്മൾ വന്നില്ലെങ്കിൽ മൈൻഡ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കുട്ടികളൊക്കെ പല ആളുകളും ഈ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ കുടുങ്ങി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ആളുകളും ആക്ച്വലി അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നമല്ല, അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളല്ല. പക്ഷെ അവരുടെ മൈൻഡ് അത് പെരുപ്പിച്ച് മാഗ്നിഫൈ ചെയ്ത് അവരെ കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈൻഡിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമല്ല അത്. ചിലപ്പോൾ നമ്മൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായി പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈവൻ ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു നേരം ചിലപ്പം മാതാപിതാക്കൾ എന്തെങ്കിലും ചെറിയ ഷൗട്ട് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നുമില്ല, അവർക്ക് വീണ്ടും ആ സ്നേഹം തിരിച്ചു കിട്ടും. അതേ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. നമ്മൾ അവരോട് പറയണം, ഈ പരീക്ഷയുടെ മാർക്കല്ല, എനിക്ക് നീയാണ് വലുത് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ പരീക്ഷയുടെ മാർക്കല്ല നമ്മൾ പരീക്ഷയുടെ മാർക്കിലല്ല നമ്മുടെ കുട്ടിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ അവന്റെ സ്നേഹത്തിലും ആ കരുതലിലുമാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അവന് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലാതെ അവന്റെ മാർക്കിലല്ല. മാർക്ക് ഒരു ഫാക്ട്, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കുട്ടിയാണ് വലുത്. അപ്പൊ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണം. മൈൻഡ് എങ്ങനെ പലതും പറയും. അപ്പൊ നമ്മൾ അതിനെ അപ്പൊ മൈൻഡിന്റെ ഒരു നേച്ചറിന് പറയാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ മൈൻഡിന്റെ നേച്ചറാണ്, ഫസ്റ്റ് ക്യാരക്ടറാണ് എം. വാട്ട് ഈസ് എം? മാഗ്നിഫൈങ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ മാഗ്നിഫൈങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ മൈൻഡ് മാഗ്നിഫൈ സഹിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ വറി ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇല്ലാത്തൊരു പ്രശ്നം, ഇത് ആക്ച്വലി സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കൂടുതൽ വറി ചെയ്യാൻ ചെയ്യും. നമ്മളുടെ എനർജി ലൂസായിക്കൊണ്ടിരിക്കും. നമ്മുടെ എനർജി നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ ചെയ്യും. ഇതിങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ നമ്മുടെ എനർജി ലൂസാവും, നമുക്ക് എനർജി ഇല്ലാതാവും, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോകും, നമ്മൾക്ക് ധൈര്യമില്ലാതെയാകും. അവിടെയാണ് പ്രശ്നം. നമ്മൾ ധൈര്യമില്ലാതെ പേടിച്ചോടുന്ന ഒരു ഭീരുവിനെ പോലെ ആവും. മൈൻഡ് ഇങ്ങനെ നമ്മളെ അങ്ങനെ ഭീരുവാക്കി മാറ്റും ഈ ചിന്തകൾ വന്നിട്ട്.
ഇതിങ്ങനെ മാഗ്നിഫൈ ചെയ്ത് നമ്മൾ നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തന്നെ ഈ ചിന്തകളുടെ ഒരു വലിയ ഒരു ഇത് കാരണം, ഒരു പെരുപ്പം കാരണം നമ്മളുടെ നോർമൽ എനർജി ലൂസാവും, നമ്മൾ ഭീരുക്കളായി മാറും, അങ്ങനെ നമ്മുടെ എനർജി മുഴുവനും നഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളിലേക്ക് അബദ്ധത്തിലേക്ക് താടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിനോട് പറയുക, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയുക. ആചാര്യന്മാർ പറയുന്നത് ഡോണ്ട് സേ ഗോഡ് ഹൗ ബിഗ് അവർ പ്രോബ്ലം ഈസ്. ഭഗവാനോട് പറയേണ്ടത് എന്റെ പ്രോബ്ലം, അതായത് ഭഗവാനോട് എന്താ പറയേണ്ടത്? ഡോണ്ട് സേ ഗോഡ് ഹൗ ബിഗ് അവർ പ്രോബ്ലം ഈസ്. നമ്മുടെ പ്രോബ്ലം ഇത്ര വലുതാണ് എന്നല്ല പറയേണ്ടത്. പിന്നെന്താ പറയുന്നത്? ടെൽ പ്രോബ്ലം ഹൗ ബിഗ് മൈ ഗോഡ് ഈസ് എന്നാണ് പറയുന്നത്. പ്രോബ്ലത്തോട് പറയാ എന്റെ ഈശ്വരൻ, എന്റെ ഭഗവാൻ എത്ര വലുതാണ്. അല്ലാതെ ഭഗവാനോട് എന്റെ പ്രോബ്ലം ഇത്ര വലുതാണെന്നല്ല പറയുന്നത്. ആ പ്രോബ്ലത്തോട് പറയുക എന്റെ ഭഗവാൻ ഇത്രയും വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോബ്ലം, നിസ്സാര പ്രോബ്ലം മാറ്റാനായിട്ട്, പരിഹരിക്കാനായിട്ട് എന്റെ ഭഗവാന്, എന്റെ ഈശ്വരന് സാധിക്കും, എന്റെ നാമത്തിന് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു ഈശ്വര ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലത്തിൽ ആശ്രയിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ആശ്രയിക്കാൻ ആൾ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ വാളെടുത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഈശ്വര ചിന്ത, എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട്, ആശ്രയിക്കാനായിട്ട്, എപ്പോൾ ആശ്രയിക്കാണ്ട് ഒരാൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ, ആ ഒരു ചിന്തയിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗൈഡൻസിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആവില്ല, നമ്മുടെ എനർജി പോകില്ല, നമ്മൾ ആ പോസിറ്റീവ് എനർജി തന്നെ നിൽക്കും, ഈവൻ ദോ എന്തൊക്കെ പ്രോബ്ലം വന്നാലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈഷ്ണവരുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഇടയിലൊക്കെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആർക്കാ പ്രോബ്ലം ഇല്ലാത്ത? എല്ലാവർക്കും പ്രോബ്ലം ഉണ്ട്. പക്ഷെ നമ്മൾ ആരും ഒരിക്കലും പെട്ടെന്ന് സഡൻ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. എനിക്ക് നല്ല ഗ്യാരണ്ടിയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും ജീവിതം അവസാനിപ്പിക്കില്ല. ഗ്യാരണ്ടി ഞാൻ പറയാം. കാരണം നമുക്കറിയാം നമുക്ക് ഇതിന് പുറത്തു കിടക്കാനുള്ള വഴിയുണ്ട്. അതിന് ശക്തനായിട്ടുള്ള ഒരാളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ ആളാണ് നമ്മളെ നിലനിർത്തുന്നത്, നമുക്കറിയാം. അല്ലാതെ എക്സ്റ്റേണലി സിമ്പിൾ പ്രോബ്ലംസ് അല്ല നമ്മളെ നയിക്കേണ്ടത്. ഓക്കെ, അതൊരു പ്രോബ്ലം. ഓക്കെ, മൈൻഡ് എം, മാഗ്നിഫൈയിങ് പ്രോബ്ലം. 2 ഐ, രണ്ടാമത്തെ ക്യാരക്ടറാണ് ഐ, ഇമാജിനിങ് പ്ലഷർ. മൈൻഡിന്റെ ഒരു അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇമാജിനിങ് പ്ലഷർ. എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം ഇമാജിൻ ചെയ്യും, ആനന്ദം ഇമാജിൻ ചെയ്യും. അത് മൈൻഡിന്റെ ആക്ച്വലി ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും നടക്കാത്ത, അതൊക്കെ മിക്കവാറും ഫ്യൂച്ചർ ആയിരിക്കും. നമ്മൾ വെറുതെ ലേസി ആയിട്ടിരുന്ന് ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഒരു സ്വപ്നം കാണുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഇല്ലേ? നമ്മൾ അടുത്ത പൊസിഷനിലെത്താം, അല്ലെങ്കിൽ ഇപ്പൊ ജോലിയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രൊമോഷൻ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ നാട്ടിലത്തെ കാര്യങ്ങൾ ചിന്തിക്കുക, നാട്ടിൽ പോകുമ്പോൾ ഇത് ചെയ്യണം. ഇങ്ങനെ ആ നല്ല കാര്യങ്ങൾ, ഒരു വരാൻ പോകുന്ന ഭാവിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ, ഒരു ഇല്യൂഷനാണ് ആക്ച്വലി. അങ്ങനത്തെ സംഭവം ചിലപ്പോൾ സംഭവിക്കുക, ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാഗ്നിഫൈ അല്ല ഇമാജിനിങ് പ്ലഷർ. നമ്മൾ ഒരു ഫാന്റസി ലെവലിലേക്ക് പോകും, എല്ലാവരും ഉണ്ട്. അത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ മിക്കവാറും എന്തെങ്കിലും നല്ല സീരിയസ് ആയിട്ട് ചെയ്യേണ്ട സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു ഫാന്റസി ലോകത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്ന സമയത്തായിരിക്കും അവര് ഇല്ലാത്ത ചിന്തകൾ വരില്ല, അവർക്ക് ആ കാര്യം ഈ കാര്യം ഇങ്ങനെ പോകും. അതായത് മൈൻഡിന്റെ ഗെയിമാണത്, അത് മൈൻഡാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി നമ്മുടെ മുന്നിൽ ഇടുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിൽ നിൽക്കണം, നേരെ ഫ്യൂച്ചറിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ നല്ല കാര്യം നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളപ്പോൾ നമ്മൾ അത് ചെയ്യാതെ പോവുകയാണെങ്കിൽ അപ്പൊ വിചാരിക്കണം ദിസ് ഈസ് മൈൻഡ് ഗെയിം. ബിക്കോസ് മൈൻഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇമാജിനിങ് പ്ലഷർ. നമ്മൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ ആ കഥ പറയുന്നില്ല. നിങ്ങൾ അമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. മലർപ്പൊടിക്കാരൻ ഒരു ജസ്റ്റ് ഒരു മൺകുലത്തില് മലർപ്പൊടിയും കൊണ്ട് വിൽക്കാനായിട്ട് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം ജസ്റ്റ് ചുരുക്കത്തിൽ ഞാൻ പറയാണ്. അപ്പോ ഒരു മലർപ്പൊടിക്കാരൻ പറയും, ഇനി ഇത് വിറ്റിട്ട് ഞാൻ അടുത്ത ഇതും കൂടി ആകും, കുറച്ചും കൂടെ മലർപ്പൊടി ഉണ്ടാക്കും, സംഭരിക്കും. അങ്ങനെ 2 ആകും, അങ്ങനെ 4 ആകും. അങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് കല്യാണം കഴിക്കണം, അങ്ങനെ ഭാര്യയും ഇത് മലർപ്പൊടി വിൽക്കാൻ പോകും, അങ്ങനെ ഒരുപാടാകും. അങ്ങനെ അദ്ദേഹം വിചാരിക്കണം ഇത് നടക്കാത്ത ഒരു മലർപ്പൊടിയും വെച്ചിട്ട് പോവാണ്. അങ്ങനെ ചിന്തിച്ച് ഭാര്യയുമായിട്ട് ഞാൻ തമ്മിത്തല്ല് കൂടും, അങ്ങനെ ആ മലർപ്പൊടി കലവെടുത്ത് ഇടും, അങ്ങനെ ഉള്ള മലർപ്പൊടിയും കൂടി ഇല്ലാതെയാകും. അതാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു സ്ലാങ് ആണത്. അപ്പൊ ഇതുപോലെയാണ് ഈ ഫാന്റസി. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി സന്തോഷിക്കുക. ആക്ച്വലി റിയലി ഇല്ല. ആക്ച്വലി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇവർക്ക് സ്കൂളില്ലേ, എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ റിയൽ
ലൈഫിൽ നിന്ന് നമ്മളെ റിയൽ പർപ്പസ്, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ ദേ ആർ ഡിസ്ട്രാക്ടിങ് അസ് ഫ്രം റിയൽ പർപ്പസ് ഓഫ് ലൈഫ്. നമ്മുടെ റിയൽ പർപ്പസ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ച് ഫ്യൂച്ചർ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തി സമയം കളയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മൈൻഡിന്റെ ഒരു ചിന്തയാണ് ഈ ഇമാജിനിങ് പ്ലഷർ. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫാന്റസികൾ പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇൻ കേസ് അത് നടന്നില്ലെങ്കിൽ പല കാര്യങ്ങളും, ഇന്നത് ചെയ്യണം, അടുത്ത വർഷം വീട് കെട്ടണം, അല്ലെങ്കിൽ ഈ പ്രശ്നം എനിക്ക് കിട്ടും, അങ്ങനെ കിട്ടുമ്പോൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അത് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ഒരു ദുഃഖാവസ്ഥയിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് ആനന്ദിക്കേണ്ട ആവശ്യമില്ല. അത് മൈൻഡിന്റെ ഒരു ഗെയിമാണ്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പ്രസന്റ് ടെൻസിലേക്ക് വരിക. ഓക്കെ, അപ്പൊ അതാണ് ഇമാജിനിങ് പ്ലഷർ. മൂന്നാമത്തെ മൈൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്. അടുത്തത് MI കഴിഞ്ഞു, M മാഗ്നിഫൈങ്, 2 ഇമാജിനിങ് പ്ലഷർ. മൂന്നാമത്തത് N എന്ന് പറഞ്ഞാൽ നെഗ്ലക്ട് ഓപ്പർച്യൂണിറ്റീസ്. നെഗ്ലക്ട് ഓപ്പർച്യൂണിറ്റീസ് N അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞ അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മൈൻഡ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിലേക്ക് പോകും. ഓക്കെ, മൈൻഡിന്റെ ഒരു ലക്ഷണമാണ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിലേക്ക് പോകാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മള് നെഗ്ലക്ട് പ്രസന്റ് കണ്ടീഷൻ, പ്രസന്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്യും. നമ്മൾ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകുമ്പോൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ കുട്ടികൾ, ഞാൻ മെയിനായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തിന് ഇപ്പൊ പഠിക്കണം. ഓക്കെ, സപ്പോസ് എൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു ചിന്ത പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഉള്ള ചിന്തയായിരിക്കും. അല്ലാതെ ഇന്നത് കാര്യം ചെയ്യണം, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട്, ഈ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അത് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം, അതായത് പഠിക്കാനുള്ള അതാണ്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാം, അങ്ങനെ ചിന്ത വരാം. പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ വേറെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കാം. പഠിക്കാന്നുള്ള വേറെന്തെങ്കിലും, ഇപ്പൊ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കണം എന്ന് വിചാരിക്കാം. ഇപ്പൊ വേദയാന്ന് വിചാരിക്കാം, വേദ ഡാൻസ് കളിക്കുന്ന ആളാണ്. വേദ വിചാരിക്കും പഠിക്കാനുള്ള അവസരത്തിൽ വേദ വിചാരിക്കും ഓക്കെ എന്നാൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ഇട്ട് പഠിക്കാം എന്ന് വിചാരിക്കാം. അതായത് പ്രസന്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നമുക്ക് എന്താണുള്ളത്, നമ്മൾ നെഗ്ലക്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട സമയമാണ്. ആ സമയത്ത് മൈൻഡിൽ എന്താ പറയുന്നത്, ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഒരിക്കലും വരില്ല. നമുക്ക് എപ്പോഴും വരുന്ന കാര്യമാണ് ഇത് ചെയ്തിട്ട് നമ്മൾ മറ്റേ പരിപാടി ചെയ്യാം, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാം എന്ന് വിചാരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഇപ്പൊ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം, നാമം ജപിക്കാനിരിക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാമം ജപിക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ അടുക്കളയിൽ ആ കാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് നാമം ജപിക്കാം, അല്ലെങ്കിൽ രാവിലെ ഈ വേറെന്തെങ്കിലും ആക്ടിവിറ്റി അത് ചെയ്തിട്ട് നാമം ജപിക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറണ്ട് ഓപ്പർച്യൂണിറ്റി നാമം ജപിക്കാനുള്ള ഒരു അവസ്ഥയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി നമുക്കറിയാം. പക്ഷെ നമ്മൾ വിചാരിക്കും അതും കൂടി കഴിഞ്ഞിട്ട് നാമം ജപിക്കാന്ന് വിചാരിക്കും. ഇത് മൈൻഡിന്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ കറണ്ട് ഓപ്പർച്യൂണിറ്റിനെ അത് നെഗ്ലക്ട് ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഡാൻസ് കളിക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് ഇനി പഠിക്കണമല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ പഠിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും, വേറെ എന്തെങ്കിലേക്ക് മനസ്സ് പോകും. അപ്പൊ നമ്മൾ പ്രസന്റ്ലി ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഇതാവില്ല. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ 16 മാല ജപിക്കണം, പിന്നെ ഭഗവത്ഗീത ഡെയിലി വായിക്കണം എന്നൊക്കെ ഉള്ള ചിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ചാൻഡ് ചെയ്യും. ഇപ്പൊ എന്റെ മനസ്സിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചാൻഡ് ചെയ്യാനിരിക്കുമ്പോൾ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഓക്കെ നീ ഞാൻ ഭഗവത്ഗീത വായിച്ചില്ല. അപ്പൊ നാമം ജപിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ ഞാൻ വിചാരിക്കും നാമം ജപിക്കാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ എന്നാൽ കുറച്ചു നേരം ഭഗവത്ഗീത വായിച്ചിട്ട് നാമം ജപിച്ചാലോ എന്ന് മനസ്സ് പെട്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഭഗവത്ഗീത വായിക്കാന്ന് വിചാരിക്കും. ഓക്കെ അപ്പൊ അത് നമ്മൾ മൈൻഡിനെ സ്വീകരിച്ചു. മൈൻഡിന്റെ കളിയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അറിയില്ല. നമ്മൾ ഓക്കെ എന്നാ ഭഗവത്ഗീത, അപ്പൊ അതും സ്പിരിച്വൽ ആക്ടിവിറ്റി ആണല്ലോ. ഭഗവത്ഗീത ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ മൈൻഡ് എന്ത് പറയുന്ന അറിയോ, ചാൻഡിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ഇൻ യുവർ ലൈഫ്. മൈൻഡ് അങ്ങനെ പറയും. ചാൻഡിങ് ആണല്ലോ, നമ്മൾ 99% മാർക്കിട്ട് ചാൻഡിങ് ആണല്ലോ. ചാൻഡിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ഇൻ ലൈഫ്. വൈ യു വെന്റ് ടു ഭഗവത്ഗീത? മൈൻഡ് അപ്പൊ പറയും. ഭഗവത്ഗീത വായിക്കുമ്പോൾ മൈൻഡ് പറയുന്നതാണ് ചാൻഡിങ് ആണ്. അപ്പൊ മൈൻഡ് അപ്പോഴും നമ്മളായിട്ട് കളിപ്പിക്കും. മൈൻഡ് പറയുന്നത് ചാൻഡിങ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി, പിന്നെ എന്തിനാ നീ ഇതിന് പോയെന്ന് ചോദിക്കും.
ഇതാണ് മൈൻഡിന്റെ. അപ്പൊ എന്താ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി എടുക്കുക. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ തീരുമാനിക്കാം? ഇപ്പൊ എല്ലാ ആക്ടിവിറ്റി, ഇപ്പൊ ചാൻറ്റിങ് ഇമ്പോർട്ടന്റ് ആണ്, ഭഗവത്ഗീത റീഡിങ് ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് അമ്പലത്തിൽ പൂജ ചെയ്യണം, ഞാൻ ചെറിയ പൂജകളൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? എന്താണ് മൈൻഡിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈസ് ദാറ്റ് ആക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ ചാൻറ്റിങ്, റീഡിങ്, ആരതി, ഓക്കെ, ഇത് 3 കാര്യങ്ങൾ. ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? യെസ്, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്തുള്ളൂ? എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാം ഇമ്പോർട്ടൻ്റ്. ഉത്തരം കിട്ടിയത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജന്റ് എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ അപ്പൊ നമുക്ക് 2-3 കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിങ്ങനെ 3 കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, 2 കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്, അപ്പൊ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഈസ് അർജന്റ്? ഓക്കെ, ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ്, ചില കാര്യങ്ങൾ അർജന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അർജന്റ് ആയിട്ട് ചെയ്യണം, അർജന്റ് ചെയ്യണം, കഴിഞ്ഞ സമയം കഴിഞ്ഞ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജന്റ് അത് ആദ്യം ചൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട സമയമാണ് രാവിലത്തെ സമയം. രാവിലത്തെ സമയം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ബ്രഹ്മമുഹൂർത്ത സമയമാണ്, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്, മനസ്സിൽ കൂടുതൽ നിൽക്കും. അപ്പൊ ആ സമയത്ത് ഒന്നില്ലെങ്കിൽ പഠിക്കണം, നാമം ജപിക്കണം. അങ്ങനെ ഇപ്പൊ പരീക്ഷയുടെ ഒരു ദിവസമാണെന്ന് വിചാരിക്കാം. പരീക്ഷയുടെ ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു മാല ജപിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു മാല ജപിച്ചിട്ട് നമുക്ക് പഠിത്താണ് ഇന്ന് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇപ്പൊ കുറച്ച് അപ്പുറം മാറി നമുക്ക് ചെയ്യാം, നാമം ജപിക്കണത് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മൾ ഇന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ സമയം രാവിലെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ നാളത്തെ പരീക്ഷയാണെങ്കിൽ നമ്മൾ രാവിലെ പഠിക്കുന്നത് നല്ലത്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പൊ ഡാൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കുറച്ചു നേരം കഴിഞ്ഞു വേണമെങ്കിൽ അത് അർജന്റ് അല്ല. ഇപ്പൊ രാവിലെ പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് എങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റി ആദ്യം ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഡിവോഷണൽ ലൈഫിൽ ഞങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നാമജപമാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി, നമ്മളുടെ എല്ലാം ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നാമജപമാണ് അർജന്റ് ആക്ടിവിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത റീഡിങ് എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നാമം രാവിലെ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഞാൻ ആ സത്വഗുണത്തിൽ എനിക്ക് ജപിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നെഗ്ലക്ട് ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇമ്മീഡിയറ്റ് ചെയ്യുക. പിന്നത്തേക്ക് വേറൊരു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഇമ്പോർട്ടന്റ്, അർജന്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ തോന്നുന്നത് മൈൻഡിന്റെ ഒരു ഗെയിമാണ്. ദിസ് ഈസ് ഓൾസോ എ പ്ലേ ഓഫ് മൈൻഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ട് ആവും. അപ്പൊ അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് നിൽക്കണം. എന്താണോ നമുക്ക് ഇപ്പൊ ചെയ്യാവുന്നത് അത് ചെയ്യുക, ആദ്യം തന്നെ ചെയ്യുക. അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക. അടുത്തത് അവസാനം ഇപ്പം MINI, M മാഗ്നിഫൈങ് പ്രോബ്ലംസ്, I ഇമാജിനിങ് പ്ലഷർ, N നെഗ്ലക്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഡി എന്ന് പറഞ്ഞാൽ ഡിനൈങ് റിയാലിറ്റി. അതായത് നമ്മളുടെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മൈൻഡ് ഒരിക്കലും നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരില്ല. അത് മൈൻഡിന്റെ ഒരു കളിയാണ്. ഉദാഹരണം, അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ എയിം ഓഫ് ലൈഫ്, അതായത് നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ റിയൽ ആയിട്ട് നമുക്കിപ്പോ ഞാൻ പറയാം, ഇപ്പൊ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പരീക്ഷ സമയത്ത് പഠിക്കേണ്ടത് ഒരു റിയാലിറ്റി തന്നെയാണ്, യാതൊരു സംശയമില്ല. പഠിക്കണം എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരില്ല. ആ സമയത്ത് നമുക്ക് കളിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും, ഇല്ലേ? എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആണ്. പഠിക്കണ സമയത്ത് നമുക്ക് കളിക്കാനുള്ള ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരില്ല. അപ്പൊ പഠിക്കണം എന്നുള്ളത് അവർക്കറിയാം, പഠിക്കണം എന്നുള്ള അറിയാം, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കണം എന്നറിയാം. പക്ഷെ ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരില്ല നമ്മളെ. അപ്പൊ ഡിനൈങ് റിയാലിറ്റി, മൈൻഡ് എപ്പോഴും പറയും പരീക്ഷ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ ആ റിയാലിറ്റിയെ നമ്മൾ ഡിനൈ ചെയ്യും. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ കുറച്ചും കൂടെ പഠനം കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ലെവലിലേക്ക് വരികയാണ്. നമ്മൾ പലപ്പോഴും ഈ ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കില്ല. എന്താണ് നമ്മൾ ഈ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ധനം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പൊസിഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് വൺ ഡേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കുറച്ച് കഴിഞ്ഞിട്ടാവാം, തൽക്കാലം ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതം ഒന്ന് സെറ്റിൽ ആവുമ്പോഴത്തേക്കും പല ആളുകളും പറയുന്നു എൻ്റെ സെറ്റിൽ ആവട്ടെ, ഈ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പിരിച്വാലിറ്റി തുടങ്ങാം, ഇത്ര മാല ജപിക്കാം,
ഇത് കഴിഞ്ഞ ഈ പൊസിഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ റിയാലിറ്റി, ഇതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി നമ്മൾ പിന്നിലേക്ക് വെക്കുമ്പോൾ, അതായത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കും. അടുത്ത ദിവസം നാളത്തേക്ക് ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കുകയാണ്. റിയാലിറ്റിയിൽ ഈ നാളെ എന്ന് പറഞ്ഞ ജീവിതം നമ്മുടെ അടുത്ത് ഇല്ല. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. എന്ത് ഉറപ്പുണ്ട് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാൻ? പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഡിനൈങ് ദാറ്റ് റിയാലിറ്റി. റിയാലിറ്റി എന്താണ്? നാളെ നമ്മുടെ കൺട്രോളിലല്ല, നാളെ നമുക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ആ റിയാലിറ്റി നമ്മളെ മാറ്റി, ആ റിയാലിറ്റി നമ്മൾ അറിയാവും. അതായത് ഡെത്ത് എന്ന് പറയുന്ന റിയാലിറ്റി, ആക്ച്വലി ഈ ജീവിതത്തിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഡെത്ത് ആണ്. അതേത് നിമിഷവും വരാം. അപ്പൊ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ എന്തായാലും ഒരു ദിവസം ഇവിടുന്ന് പോകണം എന്നുള്ള റിയാലിറ്റി നമ്മൾ മറന്നുപോകും. നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ പല ആളുകളും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ ഒരു ദിവസം ഈ ലെവലിലാകും. നമ്മൾ ഒരിക്കലും, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ആ റിയാലിറ്റി നമ്മൾ കാണില്ല. അങ്ങനെ ആ റിയാലിറ്റി കവർ ചെയ്യുന്നത് മൈൻഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. യെസ്, വൺ ഡേ വി ഹാവ് ടു ലീവ് ദിസ് ബോഡി. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യണം. ഭൗതികമല്ല, ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ പലപ്പോഴും 10, 12, 14 മണിക്കൂർ വർക്ക് ചെയ്ത് നമ്മൾ എന്തിനാണ്? ജസ്റ്റ് എന്തെങ്കിലും കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ഇന്റലിജൻസ്, റിയൽ ഇന്റലിജൻസ് തന്നിരിക്കുന്നത് നമ്മളിങ്ങനെ കഴുതയെ പോലെ പണിയെടുക്കാൻ മാത്രമല്ല. പണിയെടുക്കണം, പക്ഷെ കഴുതയെ പോലെ പണിയെടുക്കാനല്ല. അപ്പൊ അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ എത്തണം. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് അറിയണം, നമ്മൾ സത്യവും ന്യായവും നീതിയും ഒക്കെ അറിയണം, ധർമ്മം മാത്രം ചെയ്യണം, അതിനുള്ള കാര്യങ്ങൾ പഠിക്കണം, അതൊക്കെ ചെയ്യണം നമ്മൾ. ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടൊപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അല്ലാതെ അത് നാളത്തെ ഒരു കാര്യത്തേക്ക് മാറ്റി വെക്കലല്ല. അടുത്ത ദിവസം ചെയ്യാം, ഓക്കെ, ഇപ്പൊ എനിക്ക് പറ്റില്ല, നാളെ തൊട്ട് ഞാൻ 2 മാലയാക്കാം അല്ലെങ്കിൽ 4 മാലയാക്കാം ഇന്ന് എന്തുകൊണ്ട് ചെയ്തുകൂടാ? കാരണം റിയാലിറ്റി നാളെ എന്ന് പറഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലോ, നാളെ വരുമ്പോൾ ഇപ്പൊ 60 വയസ്സ് കഴിയുമ്പോൾ മാല പിടിക്കാന്ന് വെച്ചാൽ 60 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാല പിടിക്കാൻ നമ്മൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൈ ചിലപ്പോൾ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, ചിലപ്പോൾ സ്ട്രോക്കിലാവാം. എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അപ്പൊ ഇന്നത്തെ ഈ ഓപ്പർച്യൂണിറ്റി, ഇന്നത്തെ റിയാലിറ്റി, വാട്ട് ഈസ് റിയൽ ടുഡേ, അത് മനസ്സിലാവും. അപ്പൊ ആ റിയാലിറ്റിയെ ഡിനൈ ചെയ്യും നമ്മൾ. റിയാലിറ്റി നമ്മൾ ആത്മാവാണ്. നമ്മൾ ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ആത്മാവിനെ സച്ചിദാനന്ദ രൂപത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മൈൻഡ് നമ്മളെ കാണിക്കാതെ നമ്മളെ കവർ ചെയ്യും. മൈൻഡിന്റെ ഒരു നേച്ചറാണ്. അപ്പൊ 4മത്തത് ഡിനൈങ് റിയാലിറ്റി. അപ്പൊ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. റിയാലിറ്റി എന്താണ്? റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയത് ദീസ് ആർ ഓൾ മൈൻഡ് പ്രോബ്ലംസ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ മൈൻഡിന്റെ പ്രോബ്ലംസ് ആണ്. 1 എം മാഗ്നിഫൈയിങ് പ്രോബ്ലംസ്, 2 ഇമാജിനിങ് പ്ലഷർ, 3 എൻ നെഗ്ലക്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, 4 ഡി ഡിനൈയിങ് റിയാലിറ്റീസ്. ഇതൊക്കെയാണ് മൈൻഡിന്റെ കാര്യങ്ങൾ. അപ്പൊ പലപ്പോഴും നമുക്ക് മൈൻഡ് എന്താണ് ചെയ്യണമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 2-3 മിനിറ്റും കൂടെ കേട്ടോ തീർക്കുകയാണ് ഞാൻ. അപ്പോ മൈൻഡ് ഒരു ക്രൂവൽ മാസ്റ്റർ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ എങ്ങനെ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാം? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളുടെ ഉള്ളിൽ മൈൻഡ് ഉണ്ട്. മൈൻഡ് ഒരു ക്രൂവൽ മാസ്റ്റർ ആണ്. മൈൻഡ് മെറ്റീരിയൽ ആണ്, ഭൗതികമാണ്. ബട്ട് ദ റിയാലിറ്റി ഈസ് വി ആർ നോട്ട് ദിസ് മൈൻഡ്. ആക്ച്വലി നമ്മൾ മൈൻഡ് അല്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കൈയും കാലും പോലെയുള്ള ഒരു അംഗം മാത്രമാണ് മൈൻഡ്. അല്ലാതെ ആക്ച്വലി മൈൻഡ് അല്ല ഞാൻ ആരാണ്? ആക്ച്വലി നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് നമ്മൾ? വി ആർ സ്പിരിറ്റ് സോൾസ്. ആക്ച്വലി ഞാൻ ആത്മാവാണ്. ആക്ച്വലി എല്ലാ നോളജും വരുന്നത് ആത്മാവാണ്. ആ നോളജിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ആക്ച്വലി ഈ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കറക്റ്റ് കാര്യങ്ങളും മൈൻഡ് അല്ല. നമ്മൾ ആത്മാവാണ്. നമ്മളെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്. ഒറിജിനലി നമ്മൾ അതാണ്. അപ്പൊ ആത്മാവിനെ തിരിച്ചറിയുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിന്റെ ഇൻഫ്ലുവൻസ് പുറത്തു കിടക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, എങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, മൈൻഡിനെ ആര് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാണി പരാന്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സ. പറയുന്നതാണ്, ദ വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. മൈൻഡ് ഈസ് ഹയർ ദാൻ ദ സെൻസസ്. ഇന്റലിജൻസ് ഈസ് സ്റ്റിൽ ഹയർ ദാൻ ദ മൈൻഡ്.
and the soul is even higher than the intelligence. അപ്പോൾ മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഹയറാർക്കി ഓഫ് കൺട്രോൾ പറയുന്നതാണ് നമ്മുടെ വർക്കിംഗ് സെൻസസ്, ഇന്ദ്രിയങ്ങള് ഈ ഡെഡ് മാറ്റർ, അതായത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ഉപരിയാണ് ഇന്ദ്രിയങ്ങൾ ഭൗതിക വസ്തുക്കളെക്കാളും ഉപരിയാണ്. ഇനി അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയാണ്. മൈൻഡ് ഈസ് ഹയർ ദാൻ ദ സെൻസസ്, ഇന്ദ്രിയങ്ങളെക്കാളും ഉപരിയാണ് മൈൻഡ്. ആൻഡ് ഇന്റലിജൻസ് ഈസ് സ്റ്റിൽ ഹയർ ദാൻ ദ മൈൻഡ്, മൈൻഡിനേക്കാളും ഉപരിയാണ് ഇന്റലിജൻസ്. ആൻഡ് ദ സോൾ ഈസ് ഈവൻ ഹയർ ദാൻ ദ ഇന്റലിജൻസ്. അപ്പൊ കൺട്രോൾ എങ്ങനെ വരുന്നു? സോൾ, ആദ്യം നമ്മുടെ ആത്മാവ് ആരെ കൺട്രോൾ ചെയ്യണം? ഇന്റലിജൻസിനെ കൺട്രോൾ ചെയ്യണം. ഇന്റലിജൻസിനെ ആരെ കൺട്രോൾ ചെയ്യും? മൈൻഡിനെ കൺട്രോൾ ചെയ്യും. മൈൻഡ് സെൻസസിനെ കൺട്രോൾ ചെയ്യും. ആ സെൻസസ് തീരുമാനിക്കും ഏതൊക്കെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണമില്ല എന്നുള്ളത്. അപ്പൊ ആക്ച്വലി കൺട്രോൾ വരുന്നത് നമ്മളുടെ കോൺഷ്യസ്നെസ്, അവയർനെസ്, സോളിൽ നിന്നാണ് ഒറിജിനൽ. അപ്പൊ നമ്മുടെ അവയർനെസ്, കോൺഷ്യസ്നെസ്, സോള് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, നമ്മൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വരും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിനെ നമ്മൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇന്റലിജൻസിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാള് ഇന്റലിജൻസ് ആണ്. അപ്പൊ ബുദ്ധി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ ബുദ്ധി പറയാണ് യെസ് ഇതാണ് ചെയ്യേണ്ടത്, ഈ കാര്യം തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ബുദ്ധി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മനസ്സ് ചെയ്യില്ല. എവിടെയാ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സ് പലപ്പോഴും നമ്മുടെ ബുദ്ധി വീക്ക് ആകുമ്പോഴാണ്. കാരണം ഈ മൈൻഡും ഇന്റലിജൻസും ഒക്കെ മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് ഭൗതിക കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇന്റലിജൻസിനെ നമ്മൾ ഈ വേദിക് നോളജ് കൊണ്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ സത്സംഗത്തിൽ വരണം എന്ന് പറയുന്നത്. നമുക്കിപ്പോ കിട്ടുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ നോളജാണ്. അതുകൊണ്ട് ആ നോളജ് വെച്ച് നമ്മുടെ ഇന്റലിജൻസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ശക്തിപ്പെട്ട ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ബുദ്ധി വെച്ച് നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മൈൻഡിനോട് പറയാ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം വെച്ച് നമ്മുടെ ഇന്റലിജൻസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം, സത്സംഗത്തിൽ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം അതിലൂടെ നമുക്ക് നമ്മുടെ ഇന്റലിജൻസിനെ, ബുദ്ധിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ബുദ്ധി മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ബുദ്ധിയാണ് ആക്ച്വലി മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. പലപ്പോഴും ബുദ്ധിയെ മനസ്സ് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുകൊണ്ടാണ്. ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇപ്പൊ നമ്മുടെ ഈ രാജ്യത്തെ റൂൾസ് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ചെയ്യും. അപ്പൊ ഒരു റൂൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് കൺട്രോൾ ഇല്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ 80 കിലോമീറ്റർ പോകേണ്ട ഒരു വഴിയിൽ നമ്മൾ 80-ൽ കൂടുതൽ പോകില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ബുദ്ധി പറയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റഡാർ അടിക്കും. അപ്പൊ ആ ബുദ്ധി നമുക്ക് നിയന്ത്രിക്കും. അപ്പൊ അങ്ങനെ ഒരു റൂൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ തോന്നിയ സ്പീഡിൽ പോകും. അതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും നമ്മൾ മൈൻഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഉദാഹരണത്തിന് നമ്മൾ ദിവസവും ആക്ച്വലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ ഇന്ന് ഏകാദശി ദിവസം നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിക്കാം, ഓക്കെ. പക്ഷെ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു വിശപ്പും തോന്നാറില്ല. ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങണം. ഞാൻ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഭക്ഷണത്തിൽ എനിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ട്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാൻ ചിലപ്പോൾ. അപ്പൊ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ 9 o'clock ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഓക്കെ. നോർമൽ ഡേയിൽ 9 o'clock ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഡിസ്റ്റർബ് ആവും, ഓക്കെ. അപ്പൊ മൈൻഡ് എന്നോട് അപ്പോൾ പറയും, നീ ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, തലേദിവസം രാത്രി ഞാൻ അധികം ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ പറയും തലേദിവസം അത്രയും ഭക്ഷണം കഴിച്ചില്ല, 9 o'clock ആയി, നീ തളരും, അങ്ങനെ പറയും. മൈൻഡ് നീ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യയെ ഉണ്ടാക്കാനായിട്ട് ഇത്തിരി വൈകി കഴിഞ്ഞാൽ ഞാൻ ഭാര്യയെ ചീത്ത വിളിക്കും. ഇപ്പോഴല്ല, കുറച്ച് നാളെ മുമ്പ്, ഇപ്പൊ അത്രയില്ല. അപ്പോ ഒരു 9 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഡിസ്റ്റർബ്ഡ് ആയി, എനിക്ക് ഭക്ഷണം ഉടനെ കിട്ടിയേ പറ്റൂ. അതേസമയം ഏകാദശി, സപ്പോസ് ടുഡേ ഞാനിപ്പോ ഏകാദശി നോക്കുന്നത്, ഞാൻ നിർജ്ജൽ ഫാസ്റ്റിംഗ് ആണ് നോക്കുന്നത്, വെള്ളം പോലും കുടിക്കാറില്ല. ഇന്ന് ഇതുവരെയായിട്ടും എൻ്റെ മൈൻഡ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മൈൻഡ് ഇതുവരെ പറഞ്ഞില്ല നീ എന്താ ഭക്ഷണം കഴിക്കാത്ത, നീ തളർന്നു വീഴും, മരിക്കുമെന്നൊന്നും ഇതുവരെ മൈൻഡ് പറഞ്ഞില്ല. 9 മണി കഴിഞ്ഞു, 10 മണിയായി എന്നൊന്നും പറഞ്ഞില്ല. വൈ? എന്തുകൊണ്ടാണ് മൈൻഡ് ഇത് പറയാത്തത്? ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ബട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിനറിയാം
യു ആർ ഫോളോയിങ് എ സ്ട്രിക്റ്റ് റൂൾ. ഓക്കെ, ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കില്ല എന്നൊരു സ്ട്രിക്റ്റ് റൂൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്യും. സോ മൈൻഡ് എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും ഞാൻ ഇത് മാറില്ല. സോ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യില്ല നമ്മളെ. അതുകൊണ്ടാണ് ആക്ച്വലി നമുക്കൊരു ക്ഷീണം വരും. ഇന്നിപ്പോ എനിക്ക് ഇതുവരെ ഇപ്പൊ എത്ര ക്ലാസ്, ഇപ്പൊ 2ാമത്തെ ക്ലാസ് ആണ്, ഒരു ക്ഷീണമില്ല എനിക്ക്. ഇന്ന് മുഴുവനും പോയാലും നാളെ രാവിലെ പാരണ ടൈമിലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ, ഒരു ക്ഷീണമില്ല. ഇതിപ്പോ ഇന്ന് വീട്ടിലിരിക്കുകയാണെന്ന് വിചാരിക്കാം, ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഏകാദശി ഞാൻ വർക്ക് സൈറ്റിലായിരുന്നു. അന്നും മൈൻഡ് എന്നോടൊന്നും പറഞ്ഞില്ല, ക്ഷീണിക്കുന്നോ വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിക്കുന്നോ എന്നും പറഞ്ഞു. ഇതൊന്നും ഇല്ല, ഇതൊക്കെ മൈൻഡ് ഗെയിമാണ്. ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം അതാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഫോളോ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉദാഹരണം കൂടെ, കാരണം ഇത് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ദാമോദര മാസം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. ദാമോദര മാസം നമ്മുടെ സത്സംഗത്തിലുള്ള ഒരാള് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ മാസം മുഴുവനും ദാമോദര വിളക്ക് കാണിച്ചു. ആ മാസം ഒരു അവരൊരു ശപഥം എടുത്തു, ആ മാസം ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശപഥം എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മാസം മുഴുവനും ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ചെയ്തില്ല. ആരും ആ മൈൻഡ് നോൺ വെജിറ്റേറിയൻ കഴിക്കണം എന്നുള്ള ആഗ്രഹമേ ഒരിക്കലും വന്നില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ മൈൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ റൂള് ഞാൻ ഫോളോ ചെയ്യും. ബിക്കോസ് ഞാൻ ഒരു മാസത്തേക്ക്, കാരണം ഈ ദാമോദര മാസം ഓസ്പിഷ്യസ് ആണ്, ഞാൻ കഴിക്കില്ല എന്ന് മൈൻഡ് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തില്ല. ഒരു മാസം ഒരു കുഴപ്പമുണ്ടായില്ല. ദാമോദര മാസം കഴിഞ്ഞു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ തുടങ്ങി വിളക്ക് ഓഫറിംഗ് നിർത്തി, പിന്നെ നമുക്ക് ഇതില്ല. അപ്പൊ ആ ഒരു മാസം ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? മൈൻഡ് കൺട്രോൾഡ് ആണ്. ബിക്കോസ് നമ്മൾ ആ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാണ്. അതുകൊണ്ടാണ്. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ, അപ്പൊ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ ലൈഫ് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തിയറി കേട്ടിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഡെയിലി ചെയ്യേണ്ട ചില റുട്ടീൻ കാര്യങ്ങൾ ചില പ്രഭുപാദരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ മൈൻഡ് ഇങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വിടുക. നമ്മൾ ഡെയിലി ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ ആ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 16 റൗണ്ട്സ് ചാൻഡിങ്. അപ്പൊ ആ 16 റൗണ്ട്സ് നാമം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് കാരണം ഇത് മന്ത്രയാണ്, മനത്രായതൈതി മന്ത്രം. ഓട്ടോമാറ്റിക്കലി മൈൻഡ് കൺട്രോൾഡ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നാമജപം കൂടണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 16 മാല ഡെയിലി ജപിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരികയാണ്. 16 മാല 2 മണിക്കൂർ നമ്മൾ ഭഗവാൻ, അപ്പൊ ഭഗവാൻ ഗൈഡ് ചെയ്യും. ഭഗവാൻ ഹൃദയത്തിനുള്ളിലുണ്ട്. അപ്പൊ ആ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ ഗൈഡ് ചെയ്യും. നമുക്ക് ആ സ്ട്രെങ്ത് തരും, മൈൻഡ് കൺട്രോൾ തരും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു മൈൻഡ് കൺട്രോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഐ ആം ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടോൾഡ് ബൈ ശില പ്രഭുപാദ്. ശില പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് ഏകാദശി ദിവസം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. അത് നമ്മളുടെ രീതിയിൽ, അല്ലാതെ നിർജ്ജൽ ഫാസ്റ്റ് ചെയ്യണം. നിങ്ങൾ നാളെ തൊട്ട് നിർജ്ജൽ ഫാസ്റ്റിംഗ് ചെയ്യാൻ നിൽക്കണ്ട. അതൊക്കെ ഒരു വേറൊരു ലെവലാണ്. അത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്. ബട്ട് വി ആർ ഫോളോയിങ് ദ റൂൾസ്. ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് ഗ്രെയിൻസ് ഇൻ ഏകാദശി ദിവസം. അങ്ങനെ അറ്റ്ലീസ്റ്റ് തീരുമാനിക്കാം. അത് റൂൾ ഫോളോ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ചോറ് അരി ഭക്ഷണം കഴിക്കുന്നില്ല തീരുമാനിച്ചാൽ അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും യു ആർ അണ്ടർ മൈൻഡ് കൺട്രോൾ. നിങ്ങൾക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലാതെ വിചാരിക്കുമോ ഇന്ന് ചോറുണ്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. എന്ത് ചിലപ്പോൾ സമയത്ത് നമുക്ക് ചോറിനാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എന്ത് ഗ്യാരണ്ടി ഉള്ളത് എല്ലാ ദിവസവും ചോറ് തിന്നാന്നുള്ളത്? ഒരു ഗ്യാരണ്ടി ഇല്ല. ആക്ച്വലി ചില സമയത്ത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ചോറ് തിന്നില്ലെന്നേ എന്ത് സംഭവിക്കാൻ പാടില്ല? ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെ മൈൻഡിന്റെ ഗെയിമാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്നിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. നാളെ ഇതിനേക്കാളും കൂടുതൽ എനർജിയിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ വൃത്തങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ലൈഫ്, അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഗ്രാജുവലി നിങ്ങളോട് പറയാം. എല്ലാ റൂൾസും ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ റൂൾ ഇതാണ്. ശില പ്രഭുപാദർ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റൂള്, chant 16 rounds daily minimum, then you will come to the stage of human being എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രാജുവലി 16 മാല ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് അതിനകത്ത്. അപ്പൊ നിങ്ങളും ആക്ച്വലി അങ്ങനെ ചെയ്യുക. അതിനുശേഷം പല കാര്യങ്ങളും ഗ്രാജുവൽ ചെയ്യണം. ഒരു റുട്ടീൻ, ഒരു ലൈഫിൽ, ഒരു ഗൃഹസ്ഥ ലൈഫിൽ ചെയ്യേണ്ട റുട്ടീൻ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഗ്രാജുവലി നിങ്ങളെ പഠിപ്പിക്കാം. അതോടുകൂടി നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിന്റെ പ്ലേ നിർത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ സോറി ഫോർ കുറച്ച് സമയം അധികം, കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ അറ്റൻഡിങ് ദ ക്ലാസ്. അപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ
കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയോ? കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിനലി നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുക. അപ്പോഴാണ് ഒറിജിനൽ കേൾക്കൽ. അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇതാവും. അതുകൊണ്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇത് സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാവുള്ളൂ, ഇത് യഥാർത്ഥമാണെന്ന് മനസ്സിലാവുള്ളൂ. ഈ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ഒരു നോർമൽ ഇന്റലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഇന്റലിജൻസ് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബട്ട് ദിസ് ഈസ് ട്രൂത്ത്. കാരണം ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കി പരിശീലിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത് പരിശീലിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിയുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ 16 മാലയിലേക്ക് നിങ്ങളുടെ ജപത്തിന്റെ ലെവൽ കൂട്ടുവാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് പറയും. ബട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വരുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരുപാട് ഓക്കെ, ഈ മാസം ഞാൻ 2 മാല കൂട്ടി ജപിക്കുക, അടുത്ത മാസത്തിൽ അങ്ങനെ ജപിക്കുക, ജപത്തിന്റെ എണ്ണം കൂട്ടുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.